ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ പേജ് നമ്പർ 21 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. പേജ് 21 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണേ. First question നോക്കിക്കേ. The third term of an arithmetic sequence is 15 and eighth term of an arithmetic sequence is 35. What is the 13th term and what is the 23rd term? ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാം പദം 15ഉം എട്ടാം പദം 35ഉമാണ്. ശ്രേണിയിലെ 13ആം പദം എന്താണ്? ശ്രേണിയിലെ 23ആം പദം എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നോക്കിക്കേ, നമുക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയിൽ, അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. തേർഡ് ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? 15. തേർഡ് ടേം തന്നിട്ടുണ്ട് 15 ആൻഡ് എയ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 35 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് 13th ടേം? അങ്ങനെയാണെങ്കിൽ T13 എത്രയാണ്? 13ാമത്തെ ടേം എത്രയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, 23ാമത്തെ പദം എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് രണ്ട് ടേംസ് തന്നിട്ടുണ്ട് അല്ലേ? ആ ടേംസിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? രണ്ട് ടേം തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. എളുപ്പ വഴിയാണ് ഇത്. എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടേം എന്ന് പറയുമ്പോഴത്തേക്കും 35, ഇവിടെ 15. അപ്പോൾ 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ, ഇവിടെ എത്രാമത്തെ ടേമാണ്? 35, എട്ടാമത്തേത്. ഇവിടെയോ? മൂന്നാമത്തെ. അപ്പോൾ 8 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ 35 15 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 5, 20/5 4. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T13 കണ്ടുപിടിച്ചൂടെ? സോ വി ഹാവ് T8 35. T13 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8നേക്കാളും വലുതല്ലേ 13? അതായത് 8ൻ്റെ റൈറ്റിലാണ് 13 വന്നേക്കുന്നത്. അപ്പോൾ T13 എന്ന് പറയുന്നത് T8 ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. എന്തുകൊണ്ടാണ്? T13 എന്ന് പറയുന്നത് 8th ടേമിനേക്കാളും വലുതാണ്. മീൻസ് 13 എവിടെയാണ് കിടക്കുന്നത്? നമ്പർ ലൈനിൽ ഇതിപ്പോൾ 8 ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് 13 കിടക്കുന്നത്. അതുകൊണ്ട് ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് ഇവിടെ എന്താ? പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ 13 ആൻഡ് 8. 13 മൈനസ് 8 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതേ ഉള്ളൂ കോമൺ ഡിഫറൻസ്. വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് T8 എന്ന് പറയുന്നത് 35 പ്ലസ് 13 മൈനസ് 8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 മൈനസ് 8, 13 3 പോയി 10 ഒരു 5 പോകുമ്പോഴത്തേക്കും 5. ഓക്കെ, 5 ഇൻറ്റു 4. സോ വിച്ച് ഈസ് ഈക്വൽ ടു 35 പ്ലസ് 20 which is equal to 70. 35 plus 20 which is equal to 55. equal to എത്ര കിട്ടി? 55. നമ്മുടെ ആൻസർ T13 കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. 13th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 55. ഇനി നമുക്കിനി അടുത്ത് നമുക്ക് 23rd ടേം കാൽക്കുലേറ്റ് ചെയ്യണം. സോ നൗ T23 നമുക്ക് അറിയത്തില്ല. പകരം നമുക്ക് T13 അറിയാം അല്ലേ? നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ 13 ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ, ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ T13 ഇവിടെ ആണെങ്കിൽ അതിൻ്റെ റൈറ്റിലായിരിക്കും എന്തായാലും 23 വരെ. മീൻസ് 23 എന്ന് പറഞ്ഞാൽ 13നേക്കാളും വലുതാണ്. സോ T23 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? T13 പ്ലസ് പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ 23 ആൻഡ് 13. 23 മൈനസ് 13 ദാറ്റ് ഈസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4. വാട്ട് ഈസ് T13? നമ്മളിപ്പോൾ ചെയ്തു 55 പ്ലസ് 40. അന്നേരം നമുക്ക് എത്ര കിട്ടും ആൻസർ? 55 പ്ലസ് 40 ചെയ്യുമ്പോൾ ഇറ്റ്സ് ആൻസർ വിൽ ബി 95. ഓക്കെ, കിട്ടിയല്ലോ. രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറും ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ,
The fifth term of an arithmetic sequence is 21 and the ninth term is 41. What is its first term? Second question, what is its third term? ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം 21ഉം ഒൻപതാം പദം 41ഉമാണ്. ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? ശ്രേണിയിലെ മൂന്നാം പദം എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? അത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതാം. ദ ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 21 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ നയൻത് ടേം എത്ര തന്നിട്ടുണ്ട്? 41 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. T1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. തേർഡ് ടേം ആയിട്ടുള്ള T3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് അറിയത്തില്ല. അപ്പോൾ രണ്ട് ടേംസ് വന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു term difference divided by position difference. ഓക്കെ, അപ്പോൾ ടേം എന്ന് പറയുന്നത് 41, ഇവിടെ 21. അപ്പോൾ 41 minus 21 divided by position difference 9 minus 5 which is equal to എത്ര കിട്ടും? 41 നിന്ന് 21 കുറയ്ക്കുമ്പോൾ 20 by 9 minus 5 4 which is equal to 5. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 5 അല്ലേ? സോ നൗ T1 കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മളിങ്ങനെ നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ 5 ആണെങ്കിൽ 5ൻ്റെ ലെഫ്റ്റിലല്ലേ 1 വരിക? ആണല്ലോ, അല്ലേ? 5നേക്കാളും ചെറുതല്ലേ 1? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? T1 is equal to T5 മൈനസ് ഇട്ട് കൊടുക്കുക. ലെഫ്റ്റിലാണെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. അതായത് T1 എന്ന് പറഞ്ഞാൽ T5നേക്കാളും ചെറുതാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. മൈനസ് പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ T5 ആൻഡ് T1. അതായത് ഫിഫ്ത്ത് ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 minus 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് T5? 21 മൈനസ് 5 minus 1 4 ഇൻറ്റു 5. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 21 minus 20 വിച്ച് ഇസ് ഈക്വൽ ടു 1. കിട്ടിയില്ലേ? ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിനി തേർഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്പർ ലൈൻ വരച്ചു. ഇത് ഫസ്റ്റ് ടേം. തേർഡ് ടേം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ റൈറ്റിലാണ് വരുന്നത്, അല്ലേ? ആണല്ലോ. സോ വി ക്യാൻ ഫൈൻഡ് T3 is equal to T1. ഇവിടെ പ്ലസ് വരും. കാരണം എന്താ? T3 എന്ന് പറയുന്നത് T1നേക്കാളും വലുതാണ്, ഗ്രേറ്റർ ആണ്. അതായത് T3 എന്ന് പറയുന്നത് 1ൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. റൈറ്റ് സൈഡ് വരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? പ്ലസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. വലിയ ടേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ഇട്ട് കൊടുക്കുക. T3 ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ T1നേക്കാളും വലുതാണ് T3. സോ അതുകൊണ്ടിവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. പൊസിഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ 1 ആൻഡ് 3 എത്രയാണ്? 3 minus 1 അല്ലേ? 3 minus 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 which is equal to what is T1? നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 1 plus 3 minus 1 is 2 into 5 which is equal to 1 plus 10 which is equal to 11. എത്ര കിട്ടി? ആൻസർ 11. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The fourth term of an arithmetic sequence is 61 and the seventh term is 31. What is its 10th term? What is its first term? ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61ഉം ഏഴാം പദം 31ഉമാണ്. ശ്രേണിയിലെ 10ാം പദം എന്താണ്? ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? ഇതാണ് ചോദ്യം. നമുക്ക് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം. ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 61. T4 എന്ന് പറയുന്നത് 61 ആണ്. ഓക്കെ, ആൻഡ് സെവൻത് ടേം T7 എന്ന് പറയുന്നത് 31 ആണ്. അങ്ങനെയാണെങ്കിൽ 10th ടേം എത്ര? T10 എത്രയാണ്? പിന്നെന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? T1 എത്ര? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് divided by position difference ആണല്ലോ. അപ്പോൾ ടേം ഡിഫറൻസ് എത്രയാ? 31 minus 61 divided by position difference 7 minus 4 which is equal to എത്ര കിട്ടും? 61ൽ നിന്ന് നിങ്ങൾ 31 കുറച്ച് അന്നേരം നമുക്ക് 1 minus 1 0 6 minus 3 3 അപ്പോൾ 30 അല്ലേ? അപ്പോൾ 31 minus 61 ആകുമ്പോൾ -30 divided by 7 minus 4 ചെയ്യുമ്പോൾ 3 which is equal to -10 അല്ലേ? -30 divided by 3 എത്രയാ? -10. അപ്പോൾ നമുക്കത് കിട്ടിയേ.
കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി T10 കണ്ടുപിടിക്കണം. നമുക്ക് ഒരു നമ്പർ ലൈൻ വരച്ചാൽ ഇത് T7 എന്നിരിക്കട്ടെ, ഇത് 7. അപ്പോൾ 10 എന്ന് പറയുന്നത് എന്തായാലും 7നേക്കാളും വലുതല്ലേ? ആണല്ലോ. അപ്പോൾ T10 ഈസ് ഈക്വൽ ടു T7, ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. പ്ലസ് എന്താണ് പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 7, 10 മൈനസ് 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് -10, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് T7 നമ്മളിപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 31. പ്ലസ് 10 മൈനസ് 7 3 ഇൻറ്റു -10, 3 ഇൻറ്റു -10 -30. അപ്പോൾ 31 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഈക്വൽ ടു എത്രയാണ്? 1. അപ്പോൾ നമുക്ക് 10th ടേം എത്ര കിട്ടി? 1 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. 10th ടേം മാത്രമാണോ ചോദിച്ചേക്കുന്നത്? അല്ല, ഫസ്റ്റ് ടേം കൂടെയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് 4th ടേം എത്ര തന്നിട്ടുള്ളത്? 4th ടേം എന്ന് പറയുന്നത് 61 തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടേം കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു എത്ര എന്നുള്ളത് 4th ടേം വെച്ചിട്ട്, ഇതിപ്പോൾ 4th ടേം ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടേം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 4നേക്കാളും ചെറുതല്ലേ ഫസ്റ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? T1 കണ്ടുപിടിക്കാനായിട്ട് T4 ഇവിടെ മൈനസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് 4ൻ്റെ ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കുക. മൈനസ് എന്താണ്? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 4 മൈനസ് 1 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള -10, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് T4? 61 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 30, വിച്ച് ഈസ് ഈക്വൽ ടു 91. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? The 5th term of an arithmetic sequence is 10 and the 10th term is 5. What is the 15th term? What is its 25th term? ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 10ഉം 10ാം പദം 5ഉമാണ്. ശ്രേണിയിലെ 15ാം പദം എന്താണ്? ശ്രേണിയിലെ 25ാം പദം എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നോക്കിക്കേ, നമുക്ക് എന്താ തന്നേക്കുന്നത്? 5th term of an arithmetic sequence is 10. 5th term 10 ആണ്. അതുപോലെ 10th term എത്ര? 5 ആണ്. ഓക്കെ, നമുക്കിനി എന്ത് വേണം? 15th term കാൽക്കുലേറ്റ് ചെയ്യണം. T15 നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ 25th term T25 എത്ര അറിയത്തില്ല. ഇത് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടേ? കോമൺ ഡിഫറൻസ് വേണം അല്ലേ? സോ വി ഹാവ് കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര? 5 മൈനസ് 10 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 5. ഓക്കെ, 5 മൈനസ് 10 ചെയ്യുമ്പോൾ -5 ഡിവൈഡഡ് ബൈ 10 മൈനസ് 5 ചെയ്യുമ്പോൾ 5. അപ്പോൾ -5 ബൈ 5 അപ്പോൾ -1. അപ്പോൾ എത്ര കിട്ടി? -1 കിട്ടി. നമ്മുടെ കോമൺ ഡിഫറൻസ് -1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. നമുക്കിനി എന്താ വേണ്ടത്? T15 അല്ലേ? സോ വി ഹാവ് T15 ഇസ് ഈക്വൽ ടു, നമുക്ക് T10 വെച്ച് ചെയ്യാവേ. ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ 10 15 എന്ന് പറയുന്നത് 10ൻ്റെ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ T10 ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 15 മൈനസ് 10 ദാറ്റ് ഈസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? -1. T10ൻ്റെ വാല്യൂ 5 പ്ലസ് 5 ഇൻറ്റു -1 -5. 5 മൈനസ് 5 ആൻസർ വിൽ ബിക്കം 0. അപ്പോൾ 15th ടേം എത്ര കിട്ടി? 0. ഇനി നമുക്ക് 25th ടേം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 25th ടേം കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് T15 ഞാൻ എടുത്തേ, എന്നിട്ട് അത് വെച്ചിട്ട് T25 കണ്ടുപിടിക്കാം. ഓക്കെ, സോ T25 ഈക്വൽ ടു T15. അത് കഴിഞ്ഞിട്ട് പ്ലസ്സേ വരുള്ളൂ, കാരണം 25 എന്ന് പറഞ്ഞാൽ 15നേക്കാളും വലുതാണ്, അല്ലെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലാണ്, നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. സോ ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക. പൊസിഷൻ ഡിഫറൻസ് എത്ര? 25 മൈനസ് 15 ചെയ്യുമ്പോൾ 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1. വാട്ട് ഇസ് T15? 0. 10 ഇൻറ്റു -1 -10. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? -10.
അപ്പോൾ 25th ടേം എത്രയാണ്? -10 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ ആ ഒരു എത്രാമത്തെ പേജാണെന്ന് ഓർക്കുന്നില്ല, നോക്കട്ടെ. 21st പേജ്, 21ാമത്തെ പേജിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.